ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകി. പക്ഷേ എത്ര നാൾ അഭയം നൽകും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മാത്രമല്ല, ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബ്രിട്ടനിലേക്കോ അമേരിക്കയിലേക്കോ പോകാനാണ് താല്പര്യം. പക്ഷേ അവർ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുമില്ല. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വന്നിരിക്കുന്ന കേസുകൾ നിലനിൽക്കുന്നിടത്തോളം ഞങ്ങൾക്ക് അവരെ സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് ബ്രിട്ടൻ സ്വീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഒരു സ്വാധീനമുണ്ടോ മാഷേ? ചൈനയുടെയും പാകിസ്ഥാൻ്റെയും സ്വാധീനമില്ല. ആഗോള ഇസ്ലാമിനെ വെറുപ്പിക്കുന്ന ഒരു കാര്യവും ഇംഗ്ലണ്ടിനും ചെയ്യാൻ പറ്റില്ല. ഇംഗ്ലണ്ട് സമ്പൂർണ്ണമായിട്ട് ഇസ്ലാമിന് കീഴടങ്ങിയ ഒരു രാജ്യമാണ്. ടേക്ക് ഇറ്റ് ഫ്രം ഇംഗ്ലണ്ടിൽ ഇപ്പോൾ നടക്കുന്നത് സാർ നോക്ക്. 100,000 ആൾക്കാരുടെ വൈറ്റ്സിൻ്റെ വെള്ളക്കാരുടെ പ്രകടനം നടക്കുന്നു. അവരുടെ നാട് അവർക്കാണെന്ന് പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിൻ്റെ പതാകയും കയറി. അവരെ ബ്രിട്ടീഷ് പോലീസ്, ഇംഗ്ലണ്ടിലെ പോലീസ് അവരെ തല്ലുന്നു. ഇപ്പുറത്ത് ഇമിഗ്രൻസായ ഇസ്ലാമിസ്റ്റുകളിൽ നിന്ന് കൈയടിക്കുന്നു. ഇമിഗ്രൻസ് ആർ വെൽക്കം എന്ന് പറയുന്നു. ബ്രിട്ടൻ സമ്പൂർണ്ണമായും ഇസ്ലാമിക ശക്തികൾക്ക് കീഴടങ്ങിയ ഒരു രാജ്യമാണ്. ബ്രിട്ടൻ കീഴടങ്ങി, ഫ്രാൻസ് മുക്കാലും കീഴടങ്ങി, ഇറ്റലി ഒരു പകുതിയോളം കീഴടങ്ങി. അമേരിക്ക പിന്നെ വോക്കുകളുടെയൊക്കെ പിന്നാലെയാണ്. അവിടെ ഇസ്ലാമിസമാണോ വോക്കാണോ എന്താണെന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ട് ഇവരാരും തന്നെ ഷെയ്ഖ് ഹസീനയെ ഏറ്റെടുക്കാൻ പോകുന്നില്ല. ഇവിടുന്ന് നമ്മുടെ അബ്ദുൽ നാസർ മദനി അഭയം ചോദിക്കട്ടെ, 2 കൈയും നീട്ടി ഇംഗ്ലണ്ട് സ്വീകരിക്കും. ഇപ്പോൾ അബ്ദുൽ നാസർ മദനി കേരളത്തിലുണ്ടല്ലോ. ഞാൻ അദ്ദേഹം പല കേസുകളിൽ പ്രതിയൊക്കെയാണ്. ഇപ്പോഴും പലരും ധരിക്കുന്നത് ഒരു ചിന്നസ്വാമി സ്റ്റേഡിയം കേസിലാണ്. അല്ല, അതുകൂടാതെ കേരളത്തിലെ 28 കേസുകൾ വേറെ ഉണ്ട് ആ മനുഷ്യനെ പറ്റി. അസുഖമാണ്, എന്തുമായിക്കോട്ടെ. ഇപ്പോൾ മദനി അഭയം ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് വലിയ ചെണ്ട കൂട്ടി മാലയിട്ട് മദനിയെ സ്വീകരിക്കും. പക്ഷേ ഷെയ്ഖ് ഹസീനയെ സ്വീകരിക്കില്ല. ഷെയ്ഖ് ഹസീനയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഇവരുടെ ഇതിൽ ഫോർമുലയിൽ ഫിറ്റാവുന്നുണ്ട്. അതെന്ന് വെച്ചാൽ സാമാന്യം തരക്കേടില്ലാതെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ ആളാണ് ഷെയ്ഖ് ഹസീന. അങ്ങനെ ഒരു അവർ പിന്നെ എങ്ങനെയാണ് സാർ ഈ ഹിന്ദുക്കളുടെ ശതമാനം കുറഞ്ഞത്? സ്വാതന്ത്ര്യത്തിന് ശേഷം 28% ഹിന്ദുക്കൾ 7-8% കുറഞ്ഞത് പ്രോഗ്രസീവ്ലി ഇവരുടെയൊക്കെ കാലത്താണ്. കഴിഞ്ഞ 15 വർഷം ഭരിച്ചുകൊണ്ടിരുന്നത് ഷെയ്ഖ് ഹസീനയായിരുന്നല്ലോ. അന്നും ഹിന്ദുക്കളെയാണ് കൊന്നുകൊണ്ടിരുന്നത്. ഇവരുടെ ഈ കലാപം എന്ന് പറയുന്ന സമയത്ത് അവാമി ലീഗിൻ്റെ ആൾക്കാരെ തല്ലി കൊന്നു പിടിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ചുമ്മാ ഹിന്ദുക്കളെ അങ്ങ് കൊന്നു. ഇപ്പോഴും കൊന്നുകൊണ്ടിരിക്കുന്നു. റൈറ്റ് നൗ. ഇന്നലെയും ഇസ്കോണിൻ്റെ ക്ഷേത്രം, കാളി ക്ഷേത്രം, കണ്ണിക്കണ്ട ഹിന്ദുക്കൾ അവരെ കൊല്ലുന്നു. അപ്പോൾ ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഷെയ്ഖ് ഹസീന അവർക്ക് പ്രിയപ്പെട്ടവളാണ്. ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഖ് ഹസീന ജമായത്തെ ഇസ്ലാമിയുമായിട്ട് ഏറ്റുമുട്ടി. അതാണ് പ്രശ്നം. ജമായത്തെ ഇസ്ലാമിയെ നിരോധിച്ചു. വളരെ ക്രൂരമായിട്ട് അവരോട് പെരുമാറി. അത് ഈ പറഞ്ഞ ഡീപ് സ്റ്റേറ്റിനും ഇവർക്കൊന്നും താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് അവർ അഭയം കൊടുക്കില്ല. ഞാൻ ചോദിക്കുന്ന ഈ ഷെയ്ഖ് ഹസീന ചൈനയുടെ വലിയ ദോസ്തായിരുന്നല്ലോ. ബീജിങ്ങിലേക്ക് പറക്കാൻ എന്താ ഈ അമ്മച്ചി ഓടി ഇങ്ങോട്ട് വരാൻ കാര്യം? കാരണം ഇവിടെ സ്വീകരിക്കുകയുള്ളൂ സാർ. ഇവിടെ ബാക്കിയുള്ളവരെല്ലാം സെലക്റ്റീവാണ്. ഇപ്പോൾ TG ബ്രേക്ക് ചെയ്തൊരു ഇഷ്യൂ കുറേ കൂടി ബ്രോഡായിട്ടുള്ളൊരു ഇഷ്യൂ ആണല്ലോ. എന്തുകൊണ്ടായിരിക്കും ഈ പടിഞ്ഞാറൻ ലോകം ഈ സോക്കോൾഡ് ഇസ്ലാമോഫോബിയ എന്ന ഒരു നറേറ്റീവിനപ്പുറത്ത് ആത്മാർത്ഥമായി ഓരോ പടിഞ്ഞാറൻ രാജ്യവും, UK ഉൾപ്പെടെ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ഈ മുസ്ലിം എന്ന രീതിയിലൊരു വംശത്തെ തന്നെ ഭയപ്പെടുന്നൊരു അന്തരീക്ഷം ഉണ്ട് എന്നാണോ, അതോ ഭരണകൂടങ്ങളുടെ സ്ട്രാറ്റജിയാണോ? സംശയം എന്താ? മുസ്ലിം എന്ന വംശത്തെ അവർ ഭയപ്പെടില്ല. അവർക്ക് സംബന്ധിച്ചാൽ അവർക്ക് ജനസംഖ്യ കുറവാണ്. നമുക്കൊരു സസ്റ്റൈനബിൾ ജനസംഖ്യ എന്ന് പറയുന്നത് 2.1 ആണ്. ലോകം എന്തൊക്കെയോ വലിയ വിദഗ്ധന്മാർ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അതിൽ കുറവാണ് പിള്ളേരുടെ എണ്ണമെങ്കിൽ ആ കൺട്രി മെല്ലെ ജനസംഖ്യ തീരെ കുറഞ്ഞു പോകും. ഇപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലും 1.7, 1.8, 1.4 വരെ ആയവരുണ്ട്. ജപ്പാനിലും ഇതേ പ്രശ്നമുണ്ട്. അപ്പോൾ വൃദ്ധന്മാരുടെ എണ്ണം കൂടുകയും ചെറുപ്പക്കാരുടെ എണ്ണം കുറയുകയും ആ പ്രൊപ്പോർഷൻ കുറയുകയും ജോലി ചെയ്യാൻ ആളില്ലാതെ വന്നു. അപ്പോൾ ഇവർ ഇമിഗ്രൻസിനായിട്ട് വാതിൽ തുറന്നു. ഇമിഗ്രൻസ് വന്നോട്ടെ എന്ന് പറഞ്ഞു. ഇമിഗ്രൻസിന് ഫ്രീ ആയിട്ട്
5 സ്റ്റാർ അക്കോമഡേഷൻ കൊടുത്തു. ഇപ്പോഴും ഇംഗ്ലണ്ടിലുണ്ട് 5 സ്റ്റാറിൽ അവർക്ക് അക്കോമഡേഷൻ കൊടുത്തിട്ടുണ്ട് അഭയാർത്ഥികൾ ജോലി ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ എഞ്ചിനീയർമാർ, ശാസ്ത്രജ്ഞന്മാർ ഇവരൊക്കെ കയറി വന്നു. കൂട്ടത്തിൽ ഈ തല്ലിപ്പൊളികളും എല്ലാം കയറി വന്നു. ഇമിഗ്രൻസിനെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഏത് രാജ്യത്തു നിന്നാണ് അവർ വരുന്നതെന്ന് നോക്കണം. അത് നോക്കാതെ അങ്ങ് സ്വീകരിച്ചു. അതേസമയം ഇസ്ലാമിൻ്റെ കയ്യിലുള്ള വൻതോതിലുള്ള പണം അവർ യൂണിവേഴ്സിറ്റിയിലും അവിടെ ഇവിടെ എല്ലാം മുടക്കിയിട്ട് അന്തരീക്ഷം, ഇക്കോസിസ്റ്റം അവർക്ക് അനുകൂലമാക്കിയെടുത്തു. അതുകൊണ്ട് ഇമിഗ്രേഷനെ എതിർക്കുന്നവരൊക്കെ മോശക്കാരായിട്ട് വരും. എൻ്റെ നാട്ടിൽ മറ്റുള്ളവരിങ്ങനെ തിങ്ങിക്കയറരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാമൂഹ്യ വിരുദ്ധനാകും. തിങ്ങിക്കയറുന്നവൻ മര്യാദക്കാരനാകും. ഈ ഇക്കോസിസ്റ്റം ഉണ്ടായി. ഈ സമാന്തരമായിട്ടുള്ള ഒരു കാഴ്ച കൂടി നമ്മൾ ഒരു ഗ്ലോബലി കാണേണ്ടതില്ലേ ടി ജി? കാരണം ഒന്ന്, മുസ്ലിം വേൾഡ് എന്ന് പറയുന്നൊരു സാധനം 51-52 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുണ്ട് ലോകത്തിൽ. ഞാൻ കണ്ടെടുത്തോളം ഈ 2020 ശേഷമുള്ളൊരു ചിത്രം, ഇതിൽ ഒരു രാജ്യം പോലും പരസ്പരം യൂണിറ്റായി നിൽക്കുന്നില്ല, ഒരുമിച്ച് നിൽക്കുന്നില്ല. മുസ്ലിം ലോകം അങ്ങേയറ്റം സ്കാറ്റേഡാണ്. എല്ലാവരും ലോൺലി. ഓരോരുത്തരുടെയും, ഞങ്ങൾ അറബിയിൽ യാ നഫ്സി എന്ന് പറയും, ഞാനും എൻ്റെ തടിയും എന്ന മട്ടിൽ ഓരോ മുസ്ലിം രാജ്യവും ഒരിക്കലും ഇനി ഒരു മുസ്ലിം യൂണിറ്റി ലോകത്ത് സാധ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ അങ്ങനെ ഒരു കാലത്ത് മാത്രമല്ല, ഇപ്പോൾ ഈ ടി ജി പറഞ്ഞ പോലെ ഇപ്പോൾ ബ്രിട്ടൻ ഒരു കാലത്ത് വളരെ സേഫായിട്ടുള്ള അസൈലമായിരുന്നു. മുസ്ലിം ലോകത്ത് നിന്ന് സെക്കുലറായ ആളുകൾക്ക്, റവല്യൂഷണറി ആയിട്ടുള്ള ആളുകൾക്ക്, ലിബറലായ ആളുകൾക്കൊക്കെ അഭയം കൊടുത്തിരുന്ന ഒരു പാരമ്പര്യമുണ്ട്. അപ്പോൾ അവർ കൊടുത്ത ഒരു ഔദാര്യത്തിൻ്റെ പേരിൽ ആ ജനതയെ അവർക്ക് ഒരു ഭരണകൂടം അവർക്ക് അടിമപ്പെടുന്നു, അവരെ ഭയപ്പെടുന്നു എന്ന് പറയുന്നതാണോ? അതല്ല സാറേ, ഇത് എണ്ണത്തിൽ കുറവുള്ള ഇപ്പോൾ ഈ ലോജിക്ക് വളരെ ശരിയാണ്. എണ്ണത്തിൽ കുറഞ്ഞു നിൽക്കുമ്പോൾ ലോക ഇസ്ലാം വളരെ മര്യാദക്കാരാണ്. എണ്ണം കൂടിക്കൂടി വരുമ്പോൾ ഒരു 30% വരെ, അതാണ് അതിൻ്റെ ഒരു ത്രഷോൾഡ് പോയിൻ്റ്. 30% കഴിഞ്ഞാൽ ഇവരുടെ ഭാവം മാറും. ഇപ്പോൾ പാകിസ്ഥാനിൽ 2 മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കും. അതിൽ തോറ്റുപോയവൻ ഓടിയിട്ട് ഇന്ത്യയിലേക്ക് വരും. പാവമാണ്, മര്യാദക്കാരനാണ്. ബട്ട് ഒരു 10-15 കൊല്ലം കഴിയുമ്പോൾ ആ ഒരു ഏരിയയിൽ അവരൊരു 15% ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വഭാവം മാറുന്നതാണ്. അവർ തമ്മിലുള്ള വഴക്ക് നിലനിൽക്കെ തന്നെ മറ്റുള്ളവരോടുള്ള അവരുടെ കോമൺ ആറ്റിറ്റ്യൂഡ് മാറും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ, അതുപോലെ ഇന്തോനേഷ്യ ഒക്കെ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് വലിയ ഭൂരിപക്ഷത്തോടെ. ഇന്തോനേഷ്യയും ഒക്കെ 2 രാജ്യങ്ങൾ മാത്രമാണ് അതിലൊരു എക്സെപ്ഷനായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇന്തോനേഷ്യയിൽ പോലും ഇപ്പോൾ 5 വർഷമായിട്ടുണ്ട് അല്ലാഹു എന്നുള്ള പദം മറ്റ് മതക്കാർ ഉപയോഗിച്ചുകൂടാ. അങ്ങനെ നിയമമുണ്ടോ? നിയമം പാസ്സാക്കിയത് നല്ലതിന് ചീത്തയ്ക്കോ ആയിക്കോട്ടെ. അല്ലാഹു എന്നുള്ള വാക്ക് പവിത്രമാണ്, അത് അമുസ്ലിങ്ങൾ ഉപയോഗിച്ചുകൂടാ. അല്ലാഹു മഹാനാണെന്ന് പറയാൻ പോലും നിങ്ങൾ ഉപയോഗിച്ചുകൂടാ. ഓക്കെ, ഇത്രയധികം അവരെത്തിക്കഴിഞ്ഞു. നിയമം നിർമ്മിച്ചു. അതെ, ഓർഡിനൻസ് ആയിട്ട്. ഇന്ത്യൻ കൾച്ചർ ഏറ്റവും ഇന്ത്യയേക്കാൾ കൂടുതൽ ഉണ്ട് ഇല്ലെന്ന് ഞാൻ നിഷേധിക്കുന്നത്. മറ്റ് മുസ്ലിം രാജ്യങ്ങൾ സമാധാനമായിട്ട് ജീവിക്കുന്നത് സാർ നോക്കുക, ഏകാധിപത്യമുള്ളതുകൊണ്ടാണ്. ഇല്ലേ? അല്ല, ഞാൻ പറയുന്നത് എനിക്ക് അറിയാൻ താല്പര്യമുള്ള ടി ജിയുടെ സൗദി ഏകാധിപത്യമുള്ള രാജ്യമാണ്, ജനാധിപത്യം ഇല്ല. UAE അതുപോലെയാണ്, കുവൈറ്റ് അങ്ങനെയാണ്, രാജാധിപത്യമാണ്. ഖത്തർ അങ്ങനെയാണ്, ഈജിപ്റ്റ് പിന്നെ മുസ്ലിം ബ്രദർഹുഡിൻ്റെ കയ്യിലാണ്. ഇറാനിൽ ജനാധിപത്യം എന്നൊക്കെ പറയുമെങ്കിലും ഇറാൻ ജനാധിപത്യം എന്നൊക്കെ പറയാമെങ്കിലും വാസ്തവത്തിൽ ഖമേനിയുടെ ആത്മീയഭരണമാണ്. അതുകൊണ്ടാണ് ഔട്ട്വേർഡ്ലി ഇറ്റ് ഈസ് കാമായിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ ജനാധിപത്യത്തിന് മുമ്പിൽ ഒരു ഇസ്ലാം അല്ലെങ്കിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി അഗ്രസീവായി മാറുമെന്നാണോ? അതെ, അതിൻ്റെ ഉദാഹരണമാണ് പാകിസ്ഥാൻ. ലുക്ക് അറ്റ് പാകിസ്ഥാൻ. ജനാധിപത്യം അവരെത്ര ട്രൈ ചെയ്ത് കഴിഞ്ഞാലും അവർ പോയിട്ട് പട്ടാളഭരണത്തിൽ കലാശിക്കും. പക്ഷേ 80 വരെ, 47 മുതൽ 80 വരെ സത്യത്തിൽ ഒരു സെക്കുലർ രാജ്യമായി, ഡെമോക്രാറ്റിക് രാജ്യമായി നിന്ന ഒരു രാജ്യമാണ്. പക്ഷേ അവിടെ പിന്നെ ഈ വന്നത് ഈ അപകടമാണ്. ബംഗ്ലാദേശും അങ്ങനെയായിരുന്നു. മുജീബ് റഹ്മാന്റെ കാലത്ത് സെക്കുലർ രാജ്യം എന്ന് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞിട്ട് ജനറൽ ഇർഷാദ് വന്നപ്പോൾ അത് ഇസ്ലാമിക രാഷ്ട്രമാക്കി. ഈ പറയുന്ന പുണ്യവാളത്തി അമ്മച്ചിയുണ്ടല്ലോ ഷെയ്ഖ് ഹസീന,
അവർ വന്നപ്പോൾ അവർ തിരിച്ച് സെക്യുലർ ആക്കിയോ? ആക്കിയില്ല. അല്ല, അവർ ഇസ്ലാമിക രാഷ്ട്രമായിട്ട് തന്നെ തുടർന്നു. യെസ്, ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വന്നാൽ എനിക്ക് തോന്നുന്നത് ബംഗ്ലാദേശിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറച്ച് സൂക്ഷ്മമായി നോക്കിയപ്പോൾ ബംഗ്ലാദേശിൽ അമുസ്ലിങ്ങൾക്ക് റിസർവ്ഡ് ആയിട്ടുള്ള തരത്തിൽ വലിയ മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഒരു പാർട്ടി അവാമി ലീഗ് മാത്രമാണ്. ഇപ്പോൾ ഇന്നലെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത്, ഇന്നലെ കൊല്ലപ്പെട്ട 2 പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ബംഗ്ലാദേശിലെ അവാമി ലീഗിലെ ഹിന്ദു ലീഡേഴ്സാണ്. അത് അവാമി ലീഗിനോടുള്ള വിരോധമായിട്ടല്ലാതെ നമ്മളങ്ങനെ ഒരു അമ്പലം കത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ആര് കത്തിച്ചു എന്നുള്ളതൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പോഴും നമുക്ക് ഷെയ്ഖ് ഹസീനയെ അതിന് കുറ്റപ്പെടുത്താൻ പറ്റിയില്ല. അമ്പലം കത്തിക്കുന്ന 2 പേര്, 2 കൂട്ടർ. എന്ത് വന്നു കഴിഞ്ഞാൽ ഏത് ബാധ വന്നാലും കോഴിക്ക് കിടക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞ എന്ത് കലാപം നടന്നു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് കാഷ്വാലിറ്റി ഹിന്ദുവാണ്. അല്ല, അത് ആരെയെന്ന് വെച്ചാൽ കൂടി നോക്കണം ടി ജി. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന 2 കൂട്ടരും അപകടകാരികളാണ്. ഒന്ന് ബംഗ്ലാ നാഷണലിസ്റ്റ് പാർട്ടി, 2 ജമാഅത്തെ ഇസ്ലാമി. ഒന്ന് കടുത്ത ഇസ്ലാമിക മൗലികവാദികളാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് അറിയാലോ, ഏറ്റവും വലിയ പൂണ്ടക്കള്ളൻ ഈ മുഹമ്മദ് യൂനിസ് ആണ്. മുഹമ്മദ് യൂനിസ് നമുക്ക് ചർച്ച ഈ തന്നെ നോക്കൂ. ആരാണ് മുഹമ്മദ് യൂനിസ്? ഒരു വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ മൈക്രോ ഫിനാൻസ് നടത്തിയതിന് സമാധാനത്തിന് നോബൽ സമ്മാനം വാങ്ങിച്ച ആളാണ് മുഹമ്മദ് യൂനിസ്. മൈക്രോ ഫിനാൻസ് ആണ് അദ്ദേഹത്തിന്റെ സംഭാവന. എക്കണോമിക്സ് മൈക്രോ ഫിനാൻസിന് നോബൽ സമ്മാനം കൊടുക്കണമെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശനാണ്. അത് പക്ഷേ ഇന്ത്യക്കാരനാണ്, കേരളീയനാണ്, ഈഴവനാണ്. അതുകൊണ്ട് അവരുടെ ലിസ്റ്റിൽ വരുന്ന പ്രശ്നമേ ഇല്ല. മുഹമ്മദ് യൂനിസിനെ അവർ പോപ്പപ്പ് ചെയ്യുകയായിരുന്നു ഒരു കൗണ്ടർ ഫോഴ്സ് ആയിട്ട്. മുഹമ്മദ് യൂനിസ് താമസിച്ചുകൊണ്ടിരുന്നത് പാരീസിലാണ്, ബംഗ്ലാദേശിലൊന്നും അല്ല. ഇപ്പോൾ ഓടി വന്നോന്നറിയാമില്ല, വയസ്സുകാലത്ത് ഇതിൻ്റെ നേതാവാണ്. ആ ചീഫ് അഡ്വൈസറാണെന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം പറയുന്നത് ബാക്കിയുള്ളവരെല്ലാം പറയുകയാണെങ്കിൽ ഞാൻ പ്രധാനമന്ത്രിയാവാൻ തയ്യാറാണ്. രാജ്യം ആവശ്യപ്പെട്ടാൽ അല്ല, ആവശ്യപ്പെട്ടിട്ടുള്ളത് അവിടുത്തെ സ്റ്റുഡന്റ് ലീഡർഷിപ്പാണ്. സാധനം ഇതാണ് സാർ, അമേരിക്കയുടെ ഡിസൈനാണ്. സംശയമൊന്നുമില്ല, അമേരിക്കയുടെ ഡിസൈനിന്റെ കൂടെ നിൽക്കുന്നവരാണ് ഇംഗ്ലണ്ട്. ഈ സമയത്ത് ടി ജിയുടെ സ്റ്റേറ്റ്മെന്റ്സ് പലപ്പോഴും ഈ കോണ്ടസ്റ്റ് വളരെ പ്രധാനമാണല്ലോ പല സ്റ്റേറ്റ്മെന്റ്സിനും. ഈ സമയത്ത് ഷെയ്ഖ് ഹസീന ഒരു ഹിന്ദു വിരുദ്ധയാണ് എന്ന് അവർ ട്രാക്ക് റെക്കോർഡ് പറയുന്നുണ്ടോ? അത് ഒരു ക്ലാരിറ്റി ഉണ്ട്. ട്രാക്ക് റെക്കോർഡ് എനിക്ക് ആകെ എന്താ, നമുക്ക് ഹിന്ദു ജനസംഖ്യയാണല്ലോ എടുക്കുന്നത്. അതിനൊരു എങ്ങനെയാണ് ഈ ജനസംഖ്യ ഇങ്ങനെ കുറഞ്ഞു? അതിന് മറുവശമുണ്ട് ടി ജി, അത് ഞാൻ പറയാം. അത് സിയാവുദ്ദീൻ സർദാർ പാകിസ്ഥാനിൽ നിന്ന് UK കുടിയേറിയ മുസ്ലിം ജീനിയസാണ്. ഏറ്റവും മനോഹരമായിട്ട് സെക്യുലറായിട്ട് പുതിയ ലോകത്തെ അടയാളപ്പെടുത്തിയ ഒരാളാണ്. സിയാവുദ്ദീൻ സർദാർ പ്രസിദ്ധീകരിച്ചൊരു കണക്കുണ്ട്. ഏറ്റവും കൂടുതൽ ഈ രാജ്യങ്ങളിലേക്ക്, പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോയ മുസ്ലിം പേഴ്സൻറ്റേജ് ഉള്ളത് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമാണ്. അതും കൂടി ആയിക്കൂടെ ഈ ജനസംഖ്യ കുറയാനുള്ള കാരണം? കൊന്നൊടുക്കിയത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം, അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് പറയണം, ഫാക്ട്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഭയപ്പെടുന്നുണ്ടല്ലോ, പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഹിന്ദു മൈനോറിറ്റി വലിയ തോതിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സംഭവങ്ങൾ ഉണ്ടാവാം. പക്ഷേ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന കഥകൾ അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വെച്ചാണെങ്കിൽ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് അവിടുത്തെ മുസ്ലിം മൈനോറിറ്റീസാണ്. നമ്പർ 1 അഹമ്മദിയാക്കൾ, ഷിയാക്കൾ 2 രാജ്യത്ത്. വേറൊന്ന് ലിബറൽസാണ്, ജീനിയസുകളാണ്, ഇൻ്റലക്ച്വൽസാണ്, സെക്യുലറായ ആളുകളാണ്. അവരൊക്കെയാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കളായി മുദ്രകുത്തപ്പെട്ട് അവിടെ കൊല്ലപ്പെടുന്നതും ഓടിപ്പിക്കപ്പെടുന്നതും. അവരൊക്കെ നമ്പർ 2 ആണ് സാർ. നമ്പർ 1 ആദ്യം പറഞ്ഞ കമ്മ്യൂണിറ്റി തന്നെയാണ്. ഞാൻ പറയാം, 1971 മുജീബുർ റഹ്മാൻ ബംഗ്ലാദേശ് സ്ഥാപിച്ച് നമ്മളൊക്കെ സഹായിച്ച് വലിയ ഹീറോ ആകുമ്പോൾ ആ കോൺഫ്ലിക്റ്റിൽ ആദ്യം പാകിസ്ഥാൻ ആർമി ടാർഗറ്റ് ചെയ്തത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെയായിരുന്നു. അന്ന് ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ ഈ മുജീബുർ റഹ്മാൻ അടക്കം നമ്മളെ ഒന്നും ചെയ്യുന്നില്ല, നമ്മളെന്തിനാണ് വെറുതെ അതിനകത്ത് ഇടപെടാൻ പോകുന്നത്? ഹിന്ദു കൊലക്ക് കൂട്ടുനിന്നു. അതെ, കൂട്ടുനിന്നതല്ല, ദേ വെർ സൈലൻറ്റ്. അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ പട്ടാളം ഇവരുടെ നേർക്ക്, ബംഗാളി മുസ്ലിംസിൻ്റെ നേർക്ക്, അന്ന് പ്രശ്നം എന്തായിരുന്നു സാർ? ബംഗാളി മുസ്ലിം പുറത്ത് ഉറുദു അടിച്ചേൽപ്പിക്കുന്നു. എങ്ങനെയാണ് ഈ കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നത്? അതെ, ബംഗാളി ഉറുദു. എന്നാൽ ഉറുദു പാകിസ്ഥാനിൽ ഉറുദു ആണോ? അല്ല, അവർ സംസാരിക്കുന്നത് പഞ്ചാബിയാണ്. പക്ഷേ ഉറുദു എന്തോ മുസ്ലിം ഭാഷയാണെന്നുള്ള മട്ടിൽ ആഘോഷിക്കുകയും ഉറുദുവാണ് 2 പാകിസ്ഥാനിലും വേണ്ടതെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അത് ബംഗാളികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. വാസ്തവത്തിൽ ബംഗാളികളാണ് പാകിസ്ഥാൻ ഉണ്ടാക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജി. ഈ പഞ്ചാബിയും സിന്ധിയും 2 ഭാഷയാണല്ലോ അല്ലേ? 2 ഉറുദു അല്ല എന്നാണോ? അല്ല. ഓ, അപ്പോൾ ഉറുദുവിന് വേണ്ടിയാണ് അവർ ഉറുദു അവർ കോമൺ ഭാഷയാക്കി ഈ പാകിസ്ഥാനിൽ. അവരുടെ ദേശീയ ഭാഷയാണ്. കിഴക്കൻ പാകിസ്ഥാൻ വാസ്തവത്തിൽ പാകിസ്ഥാൻ ഉണ്ടാക്കിയത് കിഴക്കന്മാരാണ്.
ബംഗ്ലാദേശിൽ ഉള്ളവരാണ്. പടിഞ്ഞാറുള്ളവർ പിന്നീട് സിന്ദാബാദ് വിളിച്ച് കൂടെ വന്നതാണ്. ജിന്നയുടെ ഡയറക്റ്റ് ആക്ഷൻസ് അതുകൊണ്ട് ഏറ്റവും വലിയ വർഗീയ കലാപങ്ങൾ നടന്നത്. പക്ഷേ വിഷ്വലൈസ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ ഇവർ കയറി ആൾക്കാരായി, പഞ്ചാബികൾ കയറിയിട്ട്, പഞ്ചാബ്, സിന്ധ് ആ ഏരിയയിലുള്ള മുസ്ലിങ്ങൾ. എന്നിട്ട് അവർ വലിയ ഹീറോ ആയി. വാസ്തവത്തിൽ ഈ മൊത്തം ആ സാധനം വഷളാണ്. എന്നാൽ പോലും ആ വഷളിൻ്റെ തുടക്കം, അതിൻ്റെ ത്യാഗം, ഇതെല്ലാം സഹിച്ചത് ബംഗാളികളാണ്. ആ ബംഗാളികൾക്ക് അവരുടെ ഭാഷ നിഷേധിച്ചപ്പോഴാണ് അവർ റിവോൾട്ട് ചെയ്തത്. ഇതാണ് ഇതിൻ്റെ ബീജം അറിയാവുന്നതുകൊണ്ട് പിന്നീട് സിയാവുർ റഹ്മാൻ ഈ ഇസ്ലാമികവൽക്കരണം മെല്ലെ ബംഗ്ലാദേശിൽ കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഈ റിഫ്റ്റ് പിടിച്ചു നിർത്താൻ സാധ്യമല്ല. ബംഗാൾ എന്ന ഭാഷാ വികാരം പിടിച്ചു നിർത്താൻ സാധ്യമല്ല. അൾട്ടിമേറ്റ്ലി തിരിച്ച് ഇന്ത്യയിലേക്ക് ലയിക്കുന്ന സ്ഥിതി വരും എന്ന് മനസ്സിലാക്കി സിയാവുർ റഹ്മാൻ ഭാഷയേക്കാൾ വലിയ ഐഡൻറ്റിറ്റിയാണല്ലോ മതം. ആ മതം എന്നുള്ള ഐഡൻറ്റിറ്റി വെച്ച് കളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് റിലീജിയസ് ഐഡൻറ്റിറ്റി കൊണ്ടുവന്നു. റിലീജിയസ് ഐഡൻറ്റിറ്റി വന്നു കഴിഞ്ഞപ്പോൾ ജമായത്തെ ഇസ്ലാമിക്ക് അപ്പർ ഹാൻഡ് കിട്ടി. ജമായത്തെ ഇസ്ലാമി സമർത്ഥമായിട്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ ജമായത്തെ ഇസ്ലാമിയോട് ചോദിച്ചേ, ഞങ്ങൾ ജമായത്തെ ഇസ്ലാമി എ ഹിന്ദ് എന്ന് പറയും. ഈ സാധനം സാധാരണ അവർ പറയുന്നതല്ല. ജമായത്തെ ഇസ്ലാമി എന്ന് പറയും. ജമായത്തെ ഇസ്ലാമി ബംഗ്ലാദേശ്, ജമായത്തെ ഇസ്ലാമി പാകിസ്ഥാൻ. ഇങ്ങനെ കോർ ടോപ്പിക്കിലേക്ക് തിരിച്ചു വന്നാൽ, ഈ മുസ്ലിങ്ങളെ എന്തുകൊണ്ടായിരിക്കും, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് അന്തിമ വിശകലനത്തിൽ ഇവരാവശ്യപ്പെട്ടിട്ടും അവരുടെ അനിയത്തിക്ക് അവിടെ പൗരത്വം ഉണ്ടായിട്ടും അനിയത്തിയുടെ മോൻ അവിടെ പാർലമെൻറ്റ് അംഗമായിരുന്നിട്ട് പോലും ഷെയ്ഖ് ഹസീനയെ ഞങ്ങൾക്ക് വേണ്ട എന്ന് UK തീരുമാനിക്കുന്നതിൻ്റെ കാര്യം എന്തായിരിക്കും? സാർ, ഇപ്പോഴത്തെ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഡിസൈനിൽ അത് ഫിറ്റ് ആവുന്നില്ല. ഡീപ്പ് സ്റ്റേറ്റ് ആഗ്രഹിക്കുന്നത് ബംഗ്ലാദേശ് എന്നൊരു പാലസ്തീൻ സൃഷ്ടിക്കുക, നിരന്തര തലവേദനയായിട്ട് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഒരു പാലസ്തീൻ ഉണ്ടാവണം, റിയൽ പാലസ്തീൻ. അതേ സ്വഭാവത്തോടെ 10 ലക്ഷം റോഹിംഗ്യകൾ ബംഗ്ലാദേശിലുണ്ട്. ആ 10 ലക്ഷം പേരായിരിക്കും ബംഗ്ലാദേശ് എന്ന പാലസ്തീനകത്തെ ഗസ. ഈ 10 ലക്ഷം പേര്. അതുകൂടാതെ ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് ഉണ്ടാക്കുക. അങ്ങനെയാണ് നമ്മളുടെ മണിപ്പൂർ പ്രശ്നം കുത്തിപ്പൊക്കി വഷളാക്കി കുക്കി ക്രിസ്ത്യൻസിനെ കൂടെ ചേർത്തിട്ട് മണിപ്പൂർ, മിസോറാം, ബംഗ്ലാദേശിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏഷ്യയുടെ കുക്കി സ്റ്റേറ്റ് എന്നും പറയും, ക്രിസ്ത്യൻ സ്റ്റേറ്റ് എന്നും പറയും. ഇതാണ് ബേസിക് ഡിസൈൻ. അപ്പോൾ ഈ വൻകരയിൽ ഒരു മുസ്ലിം രാഷ്ട്രവും ഒരു ക്രിസ്ത്യൻ രാഷ്ട്രവും വേണം. ആരുടെ അജണ്ടയാണത്? അമേരിക്കൻ ആണോ ചൈനീസ് ആണോ? CIA ഓപ്പൺ അജണ്ട. ബംഗ്ലാദേശിൽ ഇപ്പോൾ ഈ ഷെയ്ഖ് ഹസീന സ്ഥലം വിടുന്നതിൻ്റെ മുമ്പ് അമേരിക്കൻ സ്ഥാനപതി സ്ഥലം വിട്ടു. ആരോടും പറയാതെ, ആരെയും അറിയിക്കാതെ ട്വിറ്ററിൽ, ഇപ്പോൾ എക്സിൽ അദ്ദേഹം കുറിച്ചു, ഇങ്ങനെ പോകേണ്ടി വരും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, പക്ഷേ സാഹചര്യം അതാണ്. എന്ന് വെച്ചാൽ എൻ്റെ ജോലി കഴിഞ്ഞു, ഡീസൻ്റായിട്ട് കയ്യൊക്കെ കൊടുത്ത് പിരിയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല, ഷെയ്ഖ് ഹസീനയുടെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. ജമായത്തെ ഇസ്ലാമിയുമായിട്ട് അമേരിക്കൻ വിദേശകാര്യ വകുപ്പിലെ സെക്രട്ടറിമാർ സംസാരിച്ച വിവരം ഇപ്പോൾ പുറത്തു വന്നു. എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഹസീന എവിടെ അഭയം തേടണമെന്നും തീരുമാനിക്കുന്നത് CIA ആണ് അന്തിമമായി. അതിന്റെ കൂടെ ഇന്ത്യയിൽ എത്ര നാൾ അവർക്ക് നിൽക്കാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം കൂടെ ഇല്ലേ? എത്ര നാൾ ഇന്ത്യ അവർക്ക് അഭയം? നോക്കൂ, ഷെയ്ഖ് ഹസീനയെ നമുക്ക് പുറത്താക്കാൻ പറ്റുമോ? ഇന്ത്യയിൽ നിന്ന് നമുക്ക് പുറത്താക്കാൻ പറ്റില്ല. നമ്മൾ ഒരിക്കൽ അഭയം കൊടുത്തുപോയി. ഇനിയിപ്പോൾ അവർ പറയുകയാണ് എനിക്ക് പോകാൻ വേറെ സ്ഥലമില്ല, ഞാനിവിടെ താമസിക്കാൻ വന്നതല്ല, ഇംഗ്ലണ്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത്. ഇംഗ്ലണ്ട് സമ്മതിക്കുന്നില്ല, ഞാനവിടെ പോകും. നേരത്തെയും അവരിവിടെ നിസ്സഹായിയായ വിധവയായ ഒരു സ്ത്രീയെ വഴി ഉപേക്ഷിച്ച ചരിത്രം ഭാരതത്തിനില്ല. അവരെത്ര കടകെട്ടവരായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അത് ഇന്ത്യയുടെ നിസ്സഹായിയായ, അനാഥയായ, വിധവയായ, തലയിൽ ഇങ്ങനെ ഒരു സാരിയുടെ അറ്റം വലിച്ചിട്ട ഒരു സ്ത്രീ ഭാരതത്തിൽ വല്ലാത്തൊരു വികാരമാണ്. നമ്മൾ ഒരുപക്ഷെ മരണം വരെ അവരെ ഇവിടെ താമസിപ്പിക്കേണ്ടി വരും. തീർച്ചയായിട്ടും. കാരണം അത് നമ്മുടെ കൾച്ചറാണ്. അതെ, നമ്മുടെ സംസ്കാരം, ഇന്ത്യൻ സംസ്കാരം അതാണ്. ശത്രുവും തൻ ഗൃഹേ വന്നാൽ വഴിപോൽ സൽക്കരിക്കണം, മുറിക്കുന്നവനും വൃക്ഷം തണലേകുന്നതില്ലയോ എന്നുള്ള ന്യായമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവരെ അത് ശരിയോ തെറ്റോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, നമ്മളുടെ സ്വഭാവം ഞാൻ പറയും. ഇന്ത്യക്ക് അങ്ങനെ പെരുമാറാനാവും. അതായത് ആര് തള്ളി പറഞ്ഞാലും ഇന്ത്യയിൽ എത്തിയ സ്ഥിതിക്ക് ഇനി അവർ പോകണം എന്ന് പറയുന്നത് വരെ ഇന്ത്യ അഭയം കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.
അല്ല ഒരു ഫുട് നോട്ട് കൂടെ ചേർക്കാം. ഇപ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങൾ, ഇന്ത്യൻ പ്രതിപക്ഷം, ഇവരെ നമ്മളെ തസ്ലിമ നസ്രീനെ ഓടിച്ചില്ലേ ഇവിടുന്ന്, ഇന്ത്യയിൽ അഭയം കൊടുത്തതാണ്, നിൽക്കാൻ സമ്മതിച്ചില്ലേ ഇവിടെ. നമ്മളെ OIC അവർ ഒരു കുടുംബാൻ ബഹളമൊക്കെ വെച്ചിട്ട് അവർ സ്ഥലം വിട്ടു. അതുപോലെ ഇവിടുത്തെ സോ കോൾഡ് ഇസ്ലാം, ഇവിടുത്തെ ഡീപ് സ്റ്റേറ്റ് കൺട്രോൾഡ് ആൾക്കാർ അവർ തീരുമാനിക്കുകയാണ് ഹസീനയെ ഓടിക്കണമെന്ന് തീരുമാനിച്ചു. ഒരു പക്ഷേ ഫിൻലൻഡോ അതുപോലെയുള്ള രാജ്യങ്ങൾ ചിലപ്പോൾ അഭയം. നമ്മളുടെ നിരീശ്വരവാദി സനൽ എടമറുക്, അദ്ദേഹം താമസിക്കുന്നത് ഫിൻലൻഡിലാണ്, ഇവിടുന്ന് ഓടിപ്പോയത്. അത് നിരീശ്വരവാദികൾ പോലും പുറത്തു പറയില്ലെന്നുള്ളൂ. തീർച്ചയായിട്ടും ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട വാർത്തകൾ അല്ലെങ്കിൽ പുതിയ വിവരങ്ങൾ ഒക്കെ നമുക്ക് ഇനിയും ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. സാറ് നമ്മളോടൊപ്പം തന്നെയുണ്ട്. കൂടുതൽ ചർച്ചകൾ വരും മണിക്കൂറുകളിൽ നമുക്ക് തുടരാമെന്ന് തീർച്ചയായിട്ടും തോന്നുന്നു. ഈ ചർച്ച താൽക്കാലികമെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.